കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പകൽക്കാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മഹനീയം എന്ന കൂട്ടായ്മയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും വീണ്ടും സ്വാഗതം. വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് പകൽക്കാലം നാം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയിലേക്കാണ് പോകുന്നത്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നമ്മൾക്ക് ഏവർക്കും പരിചിതയായ 12 വർഷമായ രക്തസ്രവമുള്ള ഒരു സ്ത്രീയെ കുറിച്ചാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. ഈ സ്ത്രീയെ കുറിച്ച് എല്ലാവർക്കും അറിയാം, എങ്കിലും നമ്മളുടെ ഈ ചാനൽ പുതുതായിട്ടുള്ള പ്രിയ സഹോദരങ്ങളെ കാണുന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ അറിവിലേക്കായിട്ട് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. വളരെ കാലങ്ങളായിട്ട് ഏകദേശം ഒരു 12 വർഷത്തോളമായി താൻ ഹാലേലൂയ രക്തസ്രവം എന്ന രോഗത്താൽ ഭാരപ്പെട്ട് തൻ്റെ സമ്പത്തിൻ്റെ ഏറിയ ഭാഗവും ഹാലേലൂയ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ടും ഫലം കാണാതെ വളരെ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു സഹോദരിയെ നമുക്കിവിടെ കാണാം. ഹാലേലൂയ. 12 വർഷമായുള്ള അവളുടെ ഈ രോഗം അവളുടെ ശരീരത്തെ തളർത്തി, അവളുടെ മനസ്സിൻ്റെ ബലത്തെ കെടുത്തി, അതുപോലെ അവളുടെ സമ്പത്തിൻ്റെ ഏറിയൊരു ഭാഗവും അപഹരിച്ചു. സമൂഹത്തിൽ ഒറ്റപ്പെട്ടവളായി എല്ലാവരും തള്ളപ്പെട്ട് ഹാലേലൂയ ഒറ്റയ്ക്ക് കഴിയുന്ന ആ സ്ത്രീയുടെ ഒരു മാനസികാവസ്ഥ നാം ചിന്തിക്കുന്നതിലുമൊക്കെ അനേക മടങ്ങാണ്. ഹാലേലൂയ. വളരെയേറെ ഭാരപ്പെട്ട് ക്ഷീണിച്ച് ഹാലേലൂയ തളർന്നിരിക്കുന്ന ഈ സ്ത്രീ യേശുവിനെ കുറിച്ച് കേൾക്കുവാൻ ഇടയായി തീർന്നു. ഹാലേലൂയ. യേശുവിനെ കുറിച്ച് കേട്ട ആ നിമിഷത്തിൽ തന്നെ അവൾ ഒരു തീരുമാനം എടുത്തു. ഹാലേലൂയ. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും തൊട്ട് ഞാൻ സൗഖ്യം പ്രാപിക്കും. നോക്കിക്കേ, ഈ സ്ത്രീയുടെ ഒരു വിശ്വാസം നോക്ക്. അവളുടെ സമ്പത്തിന്റെ ഏറിയ ഭാഗം ചികിത്സയ്ക്ക് വേണ്ടി ചിലവഴിച്ചിട്ട് പല വൈദ്യന്മാരാല്, അതായത് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പറയുകയാണെങ്കിൽ അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം, അങ്ങനെ പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നിട്ടും ഹാലേലൂയ തൻ്റെ രോഗത്തിനൊരു ശമനം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അത് അവളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി, അവളെ ദാരിദ്ര്യമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. അവളുടെ ശരീരം ബലഹീനപ്പെട്ടു, അവളുടെ മനസ്സിൻ്റെ ആശകൾ നശിച്ചു. ജീവിക്കുവാൻ പോലും ഹാലേലൂയ. നമ്മളുടെ ഇന്നത്തെ അവസ്ഥയിലൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഒരു രോഗം നമ്മളെ സ്ഥിരമായിട്ട് തളർത്തുകയാണെങ്കിൽ നമ്മളുടെ ജീവിക്കാനുള്ള ആശ പോലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും, അല്ലേ? മനുഷ്യർ സ്വയം ചിന്തിക്കുക, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ഹാലേലൂയ. നമുക്ക് ഇങ്ങനെ ജീവിച്ച് മറ്റുള്ളവർക്ക് ഭാരമാകുന്നതിലും നല്ലത് ഹാലേലൂയ എങ്ങനെയെങ്കിലും നമ്മളെ അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് കരുതുന്ന അനേകര് ഹാലേലൂയ ഇന്നത്തെ ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. നമ്മളുടെ ഹാലേലൂയ ചാനലിലൂടെ അപ്രകാരമുള്ള ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടി ഹാലേലൂയ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. നിങ്ങളുടെ രോഗം എത്ര പഴക്കമുണ്ടെന്നുള്ളതല്ല, നിങ്ങൾ എത്ര ഹാലേലൂയ ചികിത്സ നേടിയിട്ടുണ്ടെന്നുള്ളതല്ല, നിങ്ങളുടെ സമ്പത്ത് അതിനുവേണ്ടി എത്രമാത്രം ഉപയോഗിച്ച് എത്ര സ്പെഷ്യലിസ്റ്റുകളെ കണ്ടു എന്നുള്ളതല്ല. ഹാലേലൂയ. നിങ്ങളുടെ രോഗത്തിന്റെ പഴക്കത്തിനേക്കാൾ ഉപരിയായിട്ട്, നിങ്ങളുടെ സമ്പത്തിനേക്കാൾ ഉപരിയായിട്ട്, ഹാലേലൂയ നിങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥകളെക്കാൾ ഉപരിയായിട്ട്, നിങ്ങളെക്കാൾ നന്നായിട്ട് നിങ്ങളെ അറിയാവുന്ന ഒരു കർത്താവുണ്ട്. അവന്റെ പേരാണ് യേശു. അവൻ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ദൈവമാണ്. വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക തന്നെ എബ്രായരുടെ 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടെങ്കിലും അവരെല്ലാവരിലും ഹാലേലൂയ എന്നെ സ്പർശിക്കാത്ത ഒരു കാര്യമാണ് ഈ സ്ത്രീയെ കുറിച്ച് ഈ വേദഭാഗം വായിക്കുമ്പോൾ എനിക്ക് ഹാലേലൂയ പരിശുദ്ധാത്മാവ് എന്നെ വളരെയേറെ ടച്ച് ചെയ്തൊരു ഭാഗമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ സ്ത്രീ വിശ്വസിക്കുക മാത്രമല്ല, ഹാലേലൂയ സമൂഹത്തിൽ ഒറ്റപ്പെട്ടിരുന്ന ആരും സഹായമില്ലാത്ത സ്ത്രീ ഹാലില് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. യേശു ആ വഴി വരുന്നുണ്ടെന്നറിഞ്ഞ് ഹാലേലൂയ അവൾ ആരും അറിയാതെ അവൾ മനസ്സിൽ തീരുമാനിച്ചു, ഞാൻ ആ വഴിയെ കടന്നു പോകും. എന്നിട്ട് യേശു പോലും അറിയാതെ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ട് ഞാൻ സൗഖ്യം പ്രാപിക്കും എന്നുള്ള ഹാലിൽ ഒരു ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് അവൾ വീട് വിട്ടിറങ്ങി. ഹാലേലൂയ. ഇന്ന് പകൽക്കാലം ഹാലേലൂയ നിന്റെ വിടുതൽ നിന്റെ ഹാലേലൂയ തീരുമാനത്തിന്റെ മുന്നിലാണ്. ഹാലേലൂയ. പലരെയും പേടിച്ച് ഹാലേലൂയ ഭവനത്തിനകത്ത് ആരും അറിയാതെ, എൻ്റെ വിശ്വാസം കർത്താവ് പോലും അറിയണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ചില സഹോദരങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുന്ന തലത്തിലേക്ക് ഹാലേലൂയ നീ മാറണമെങ്കിൽ, നിന്റെ ജീവിതം മാറണമെങ്കിൽ ചിലതിനെയൊക്കെ വിട്ട് നീ പുറത്തിറങ്ങണം. ഹാലേലൂയ. ഈ വാക്യങ്ങൾ വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ സ്ത്രീ തീരുമാനമെടുക്കുക മാത്രമല്ല, അവൾ ആ തീരുമാനത്തിനനുസരിച്ച് ഹാലിലെ സ്റ്റെപ്പുകൾ വെക്കുവാനായി ഇടയായി തീർന്നു. ഹാലേലൂയ. ഈ വചനം നാം മുന്നോട്ട് വായിക്കുമ്പോൾ ഈ സ്ത്രീ ഹാലിൽ വിശ്വസിക്കുക മാത്രമല്ല തന്റെ വിശ്വാസത്തിന്റെ അടുത്ത സ്റ്റെപ്പ് വെക്കുവാൻ അവൾ തയ്യാറായി തീർന്നു.
അങ്ങനെ ഹാലേലൂയ യേശു കടന്നു വരുന്ന വഴിയിൽ അവൾ എത്തി. ഹാലേലൂയ ആരും അറിയാതെ ഹാലേലൂയ പുരുഷാരത്തിന്റെ നടുവിലൂടെ വരുന്ന യേശുവിനെ ഹാലേലൂയ ആ തിക്കിലും തിരക്കിന്റെയും ഇടയിലൂടെ കടന്നു ചെന്ന് അറിയാതെ ഹാലേലൂയ മറ്റാരും അറിയാതെ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ അവൾ തൊടുകയാണ്. തൊട്ട മാത്രയിൽ തന്നെ ബാധ ഒഴിഞ്ഞ് അവൾ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ തിരിച്ചറിഞ്ഞു. നോക്കിക്കേ, 12 വർഷമായിട്ട് ഹാലില് ഏറിയ വൈദ്യന്മാരാല് ഹാലിലെ സമ്പത്തിന്റെ ഏറിയ ഭാഗം ചിലവഴിച്ച് ഹാലലുയ മുക്തി കാണാൻ വയ്യാതെ മാനസികമായി ശാരീരികമായി തളർന്ന അവളുടെ തീരുമാനത്തിൽ ഹാലലുയ അവൾ ഹാലലുയ കർത്താവിനെ വിശ്വാസത്തോടെ തൊട്ടപ്പോൾ ഹാലലുയ അവൾ സൗഖ്യമായി. ഹാലലുയ ഇതൊരു അത്ഭുതമാണോ എന്ന് ചോദിച്ചാൽ ഹാലലുയ ഒരു അത്ഭുതം തന്നെയാണ്. എന്നാൽ ഇതിനേക്കാൾ അപ്പുറമായിട്ട് എന്നെ ഹാലലുയ പരിശുദ്ധാത്മാവ് സ്ട്രൈക്ക് ചെയ്ത ഒരു വാക്യമുണ്ട്. ഹാലലുയ അതിതാണ്, യേശു ഉടനെ തങ്ങൾ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് അറിഞ്ഞ്. ആമേൻ, ഹാലലുയ. നമ്മൾ സഭയിൽ കടന്നുപോയി പ്രാർത്ഥിക്കുമ്പോൾ ഹാലലുയ നമ്മൾ എല്ലാവരും കൂട്ടമായിട്ട് ഹാലലുയ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹാലലുയ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, നമ്മളും പ്രാർത്ഥിക്കുന്നു. ആ തലത്തിലാണോ നാം പ്രാർത്ഥിക്കുന്നത്? അതോ പരിശുദ്ധാത്മാവ് എന്ന് നിങ്ങളോട് ചോദിക്കുന്നു, ദൈവത്തിന്റെ ശക്തിയെ പുറപ്പെടുവിക്കുന്ന വിശ്വാസത്തിലാണോ നീ പ്രാർത്ഥിക്കുന്നത്? ഹാലലുയ. നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഹാലലുയ തന്റെ ശക്തിയെ അയച്ച് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേരാണ് യേശു. ഹാലലുയ. ഓ ജീസസ്, താങ്ക് യു ഫാദർ. ഇന്ന് പകൽക്കാലം ഹാലലുയ ഇപ്പോഴും ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഞാൻ എന്റെ ഹാലലുയ ശരീരത്തിൽ വഹിച്ചുകൊണ്ടാണ് പറയുന്നത്. മറ്റുള്ളവരുടെ വിശ്വാസം അവരെ രക്ഷിക്കത്തുള്ളൂ. പക്ഷെ നിന്റെ വിശ്വാസം എപ്രകാരമുള്ളതെന്ന് ഹാലലുയ ഇന്ന് നീ ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. ഹാലലുയ. സമൂഹത്തിൽ ഒറ്റപ്പെട്ട സ്ത്രീ, എല്ലാവരും തള്ളപ്പെട്ട സ്ത്രീ, ഹാലലുയ സമ്പത്ത് നഷ്ടപ്പെട്ട സ്ത്രീ, ആരോഗ്യം നഷ്ടപ്പെട്ട സ്ത്രീ, ഹാലലുയ എന്നാൽ അവൾ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചപ്പോൾ ഹാലലുയ 12 വർഷമായി അവൾ അനുഭവിക്കാത്ത സ്വസ്ഥത അവളുടെ ശരീരത്തെ ഹാലലുയ അതുവരെ ഹാലലുയ മരണത്തിലേക്ക് ഹാലലുയ അനാരോഗ്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന ദുഷ്ടശക്തി അവളെ വിട്ടുമാറിയിട്ട് അവൾ ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായി തീർന്നു എന്ന് കേൾക്കുമ്പോൾ ഹാലലുയ അതിൽ ഹാലലുയ അവളെ വിടുവിച്ചത് എന്താണ്? 1 അവളുടെ തീരുമാനം, 2 ഹാലലുയ വിശ്വാസത്താൽ അവൾ ദൈവത്തിന്റെ ശക്തിയെ പുറപ്പെടുവിക്കുന്ന തരത്തിൽ അവൾ വിശ്വസിപ്പാനിടയായി തീർന്നു. ഹാലലുയ. എന്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പറയുന്നു വിശ്വാസത്തിന്റെ ശോധന വിലയേറിയതാണെന്ന്. ഹാലലുയ. നമ്മൾ പലതരം പരീക്ഷയിലും കെണിയിലും കുടുക്കിലും അകപ്പെടുമ്പോൾ കർത്താവിനെ തള്ളിപ്പറയുന്നവരാണോ അതോ നമ്മുടെ വിശ്വാസത്താൽ അതിനെ ഹാലലുയ മറികടക്കുന്ന ഹാലലുയ ശക്തിയെ ദൈവത്തിൽ നിന്ന് ചോർത്തിയെടുക്കുന്നവരാണോ? ഹാലലുയ. ദൈവത്തിന്റെ ശക്തിയെ നാം ചോർത്തിയെടുക്കുകയാണെങ്കിൽ ഹാലലുയ നമ്മളെ ഹാലിലെ ഒന്നിനും ഈ ലോകത്തിൽ മുക്കിക്കളയുവാൻ കഴിയുകയില്ല. ഹാലലുയ ഈ സ്ത്രീ ഹാലലുയ വർഷങ്ങളെ അനുഭവിച്ചു വന്ന ഹാലലുയ ആ പ്രതിസന്ധിയിൽ നിന്ന് ഹാലലുയ അവളുടെ വിശ്വാസത്താൽ ദൈവത്തിന്റെ ശക്തിയെ ചോർത്തിയെടുത്തുകൊണ്ട് ആ പ്രശ്നത്തെ അവൾ മറികടക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്? ഹാലലുയ നിങ്ങളൊന്ന് വിശ്വസിക്കാൻ തയ്യാറാകുമോ? ഹാലലുയ സാധാരണ ഒരു വിശ്വാസമല്ല. ഹാലലുയ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഹാലലുയ മലകളെ നീക്കുവാൻ കഴിയുമെന്ന് വചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്. ദൈവത്തിന്റെ ശക്തിയെ ചോർത്തുന്ന ഒരു വിശ്വാസം ഹാലലുയ അതിലേക്ക് ഹാലലുയ പ്രവേശിപ്പാൻ നിങ്ങൾ തയ്യാറാണോ? ഹാലലുയ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിച്ചിട്ട് ഹാലലുയ വിടുതൽ കാണുന്നില്ല, ഉപവസിച്ചിട്ട് വിടുതൽ കാണുന്നില്ല. ഹാലലുയ നാളുകളായിട്ട് ദൈവസന്നിധിയിൽ കാത്തിരുന്നിട്ട് വിടുതൽ കാണുന്നില്ല. ഭാരപ്പെടുകയാണോ നീ? എങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, എന്റെ ശക്തിയെ ചോർത്തുന്ന തരത്തിൽ ഹാലൽ നിനക്ക് എന്നെ ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? നിന്റെ ഹാലലുയ വിഷയങ്ങൾക്ക് ഞാൻ മതിയായവനെന്ന് ഹാലലുയ നിനക്കൊന്ന് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഹാലലുയ എങ്കിൽ നിന്ന് ശക്തിയെ ഹാലിൽ അയച്ച് നിന്റെ വിഷയങ്ങളെ ഓവർകം ചെയ്യുവാന് ഞാൻ നിന്നെ ബലപ്പെടുത്തും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. ഹാലലുയ. ആരൊക്കെയോ ഹാലലുയ തളർന്നിരിക്കുന്ന ആരെയൊക്കെയോ ദൈവം ബലപ്പെടുത്തുകയാണ്. ഓ വിടുതൽ കാണാതെ ഹാലലുയ ഭാരപ്പെട്ടിരിക്കുന്ന ആരുടെയൊക്കെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിക്കുകയാണ്. ഓ ഹാലലുയ ഏറിയ പരീക്ഷണങ്ങൾ നടത്തിയിട്ടും ഹാലലുയ ഇനി ഇതിന് ഹാലലു ഒരു വിടുതൽ കിട്ടാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആരൊക്കെയോ ഇന്ന് ഹാലലുയ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് പറയുന്നു, ഹാലലുയ എന്റെ ശക്തി
ശക്തിയെ ചോർത്തത്തക്ക നിലവാരത്തിൽ നീ ഒന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി എന്റെ ശക്തിയെ അയച്ച് ഞാൻ നിന്നെ വിടുവിക്കും. നിന്റെ വിഷയം എത്ര കഠിനമായിരുന്നാലും ഹാലലുയ, എത്ര നാൾ പഴക്കമുള്ളതായിരുന്നാലും ഹാലലുയ, ഞാൻ മതിയായ ദൈവമെന്ന് എന്റെ കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു. ഹാലലുയ. പ്രാർത്ഥിച്ച് മടുത്ത് വിടുതൽ കാണാതെ ഫയൽ ക്ലോസ് ചെയ്ത ചിലരെ പരിശുദ്ധാത്മാവ് ഇന്ന് തൊടുകയാണ്. നിന്റെ വിഷയങ്ങളെ നിന്റെ കരങ്ങളിൽ നീ ഒന്ന് എടുത്ത് നീ ഒന്ന് വിശ്വസിച്ച് ഒരു തീരുമാനം എടുത്തുകൊണ്ട് വിശ്വാസത്തിന് ഒരു സ്റ്റെപ്പ് ഒന്ന് വെക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ കർത്താവിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു ഹാലലുയ, എന്റെ ശക്തിയെ അയച്ച് ഹാലലുയ, ഇതുവരെ കാണാത്ത വിടുതൽ നിന്റെ കൺമുന്നിൽ കാണിക്കത്തക്ക നിലവാരത്തില് ദൈവത്തിന്റെ ശക്തി അവങ്കിൽ നിന്ന് പുറപ്പെടുവാൻ പോവുകയാണ്. ഹാലലുയ. പ്രാർത്ഥിച്ച് മടുത്തു വെച്ചിരിക്കുന്ന വിഷയങ്ങളെ കരങ്ങളിലെടുത്താട്ട് വിശ്വാസമുള്ളവരെല്ലാം ഹാലലുയ, നീ പ്രാർത്ഥിച്ച് മറന്നു പോയിട്ടുണ്ടാകും എങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന്റെ വിടുതൽ വരും ദിവസങ്ങളിൽ നിന്റെ കണ്ണാലെ കാണുവാൻ തക്കോണം ദൈവത്തിങ്കിൽ നിന്നൊരു ശക്തി പുറപ്പെടുന്നു. ഹാലലുയ. നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നീ ഇരിക്കുന്നിടത്ത് വിശ്വാസത്തോടെ ഹാലലുയ പ്രാർത്ഥിക്ക്. ഹാലലുയ. ദൈവം ഹാലലുയ നീ മതിയാക്കി വെച്ചിടത്ത് നിന്ന്, നീ അവസാനമെന്ന് പറഞ്ഞിടത്ത് നിന്ന് ഒരു തുടക്കം കുറിക്കുവാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് ആലോചന വിളിച്ചു പറയുന്നു. ഹാലലുയ. വിശ്വസിക്കുന്നവരെല്ലാം ഹാലിലെ ഈ സമയം ഹാലിലെ കണ്ണുകൾ അടച്ചട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പ ആ സ്ത്രീയെ പോലെ കർത്താവെ ദൈവത്തിങ്കിൽ നിന്ന് ശക്തിയെ ചോർക്കുന്ന ഒരു വിശ്വാസം ഞങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും ഉളവായി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. അപ്പ വിശ്വാസത്തിന്റെ ഒരു പുതിയ റലത്തിലേക്ക് നിന്റെ ജനം പ്രവേശിക്കട്ടെ. നാളുകളായി ഭാരപ്പെട്ടിരുന്ന വിഷയങ്ങളുടെ മേല് ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വിടുവിക്കുന്നത് അവരുടെ കണ്ണാലെ കാണത്തക്ക നിലവാരത്തില് അത്ഭുതത്തിന്റെ കാരം ഈ ദിവസങ്ങൾ ചലിക്കുന്നത് കാണുവാൻ തക്കോണ അപ്പ ഇത് വാച്ച് ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും പിതാവെ അങ്ങ് സഹായിക്കണമെന്ന് അന്ന് അടിയൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങ് അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. അനേകരുടെ ഹൃദയങ്ങളിൽ ആശ്വാസമായി സന്ദേശത്തെ ദൈവം അയച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതത്തിനായി നന്ദി. പ്രാർത്ഥിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് പകൽക്കാലം വലിയൊരു വിടുതൽ ഈ സന്ദേശത്തിലൂടെ അനേകരുടെ ജീവിതത്തിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹാലലുയ. വീണ്ടും ഈ ശുശ്രൂഷ ഹാലലുയ ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. ലോകത്തിന്റെ അറ്റത്തുള്ള സുവിശേഷം എന്ന ഹാലലുയ ഈ ശുശ്രൂഷയിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം പങ്കാളികളാകുക. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ഞങ്ങൾക്ക് അയക്കുന്നതോടൊപ്പം ഹാലലുയ ദൈവത്തിന്റെ ശക്തിയെ ചോർത്തുന്ന ഒരു വിശ്വാസത്തിൽ നിങ്ങളെ ജീവിപ്പാൻ പരിശുദ്ധനായ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് God bless you.